ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇട്ടാൽ അത് കുഞ്ഞു വീഡിയോ തന്നെയാണ്. പിന്നെ കുറച്ചധികം വീഡിയോ ഒക്കെ എടുത്താലും നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊന്നുമുള്ള ടൈമും ഇല്ല കേട്ടാ ഇനി. അപ്പോൾ ഒരു വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കേട്ടാ. അപ്പോൾ കാലത്ത് പതിവ് പോലെ തന്നെ തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയ്ക്ക് കയറിയതാട്ടാ. അങ്ങനെ തീയൊക്കെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടിട്ട് അങ്ങനെ തീയൊക്കെ പൂട്ടി വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ടൊന്നിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് തേങ്ങ പൊളിച്ചിട്ട് ചകിരി കിടന്നിരുന്നു. അപ്പോൾ അതവിടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ അടിച്ച് പോകണ്ടല്ലോ. അപ്പോൾ ഒരു പണി ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ആ ഇതിൽ വൃത്തിയിൽ ചെയ്യാമല്ലോ. അപ്പോൾ ആ ചകിരിയൊക്കെ നമ്മൾ ഉണക്കാട്ട ചകിരി കൂടെ ഒന്നാണ്ട് എടുത്തിട്ടതിൻ്റെ ശേഷം മുറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടാ. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നൂലിപ്പിട്ടാട്ടാ. നൂലിപ്പിട്ടും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അത് ഗ്രീൻ പീസൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ കറി, ഒരു കിഴങ്ങും 2 പച്ചമുളകും ഒരു തക്കാളിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഗ്രീൻ പീസും കുതിർത്തിയതും കൂടി ഇട്ടിട്ട് വേവിച്ചതിൻ്റെ ശേഷം പെരുംജീരകം ഇട്ടിട്ട് കുറച്ച് നാളികേരം, പച്ച നാളികേരം അരച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ നൂൽപ്പെട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് കുറേശ്ശെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ പൊടിപ്പിക്കാനും ഉണക്കിയെടുക്കാനൊന്നും ഇപ്പോൾ ടൈമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു 5 കിലോൻ്റെ പൊടി മേടിച്ചു കേട്ടോ. ഇടിയപ്പത്തിൻ്റെ ഏവെണ്ണ അതിൻ്റെ പൊടി 5 കിലോ വാങ്ങിച്ചു. പിന്നെ പുട്ടുപൊടി ഉണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുമൊന്നുമില്ല എന്നാൽ അറിയാം. എന്നാലും ഒരു 5 മിനിറ്റ് വരും, 5-7 കേട്ടാ. കൂടുതലാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും എന്താ വെച്ചാൽ ഒക്കെ ഇപ്പോൾ പോയി വരിക 5 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ എഡിറ്റ് ചെയ്തുണ്ടാക്കി വോയിസ് കൊടുക്കാനും അതിനൊന്നുള്ള ടൈമില്ല കേട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയാലും പിന്നെ കൂട്ടുകാർ പറഞ്ഞുകൊണ്ട് ഇടാതിരിക്കരുത്. ഒക്കെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തിളയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നൂൽപ്പെട്ടൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഒരു ടൈറ്റൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ മാവൊക്കെ നല്ല സുഖമായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് അവിടെ വെന്ത് കിടക്കുന്നുണ്ട്. ഞാൻ എനിക്ക് കുറച്ച് നാളികേരം അരയ്ക്കണം. പിന്നെ ഇന്ന് കറി എന്ന് പറഞ്ഞാൽ ഞണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി. അപ്പോൾ ഞാൻ കല്യാണം പറയാൻ പോയപ്പോൾ ചേച്ചി കുറച്ച് മുരിങ്ങയില തന്നിട്ടാ. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാം. അപ്പോൾ ഞണ്ടൊന്നും ഇപ്പോൾ കടയിലേക്കൊന്നും കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുരിങ്ങയില കറി വയ്ക്കുകയാണ്. ഉച്ചയാകുമ്പോഴേക്ക് ഇട്ടാൽ രാത്രി ആകുമ്പോഴേക്ക് ഞണ്ട് കറി വയ്ക്കണം. അപ്പോൾ പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തണവാട്ടാ. അപ്പോൾ രാവിലെ കുളിക്കുന്ന വരെ ഭയങ്കര തണവാട്ടാ. കുളി കഴിഞ്ഞാൽ പിന്നെ തണുപ്പൊന്ന് കുറയും. പക്ഷെ ഭയങ്കര തണുപ്പ്. ഈ സമയത്താട്ടെ ഈ കോഴികൾക്കൊക്കെ ഈ അസുഖങ്ങളൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കട്ടെ വെച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ വെച്ച് തിളച്ചപ്പോൾ നോക്കുമ്പോൾ പഞ്ചസാര പാത്രം എമ്മത്ത് തുറന്നിട്ട് കിട്ടണില്ല കേട്ടാ. ഈ പഞ്ചസാരയുടെ തരി കയറിയിട്ട് പിരി തെറ്റിയിട്ടാ തോന്നുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഒരു വിധേനെ ഗ്ലാസ്സിലേക്ക് ഞാൻ പൊടിയും മധുരമൊക്കെ ഇട്ടിട്ട് ചായയുടെ തിളച്ചപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുടിക്കാനാട്ടാ. പതിവൊന്നും ഇല്ല കേട്ടോ എനിക്ക്. പക്ഷേ ഭയങ്കര തണുപ്പ്. അപ്പം അങ്ങനെ ഒരു 1/2 ഗ്ലാസ് കട്ട ഉണ്ടാക്കി കുടിച്ച് നമ്മളൊരു ട്രിപ്പ് നൂൽപ്പെട്ടും പീച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കൂടെ കിടന്ന് വേകുമ്പോഴത്തേന് കട്ടനൊക്കെ ഒന്ന് കുടിക്കണം. നാളികേരമൊക്കെ പൊളിച്ചതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചിട്ട് മുരിങ്ങയില കറിയിലേക്കും ഗ്രീൻ പീസിക്കൊക്കെ ഒന്ന് ചിരകി അരച്ചെടുക്കണം. അപ്പം നമ്മളൊരു ട്രിപ്പ് വെന്തിട്ടാ വേഗം വേവുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്തിട്ട് അടുത്തതൊക്കെ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കണം. പിന്നെ എന്തൊക്കെയാണ് കൂട്ടുകാരെ എല്ലാവരും വിശേഷമൊക്കെ? കാലത്ത് നമുക്ക് പറ്റുന്ന ഒരു കുറേ വീഡിയോ കണ്ട് ഞാൻ ഓരോന്ന് കഴിയുമ്പോഴത്തേന് അപ്പം നമ്മളെ ഇഷ്ടങ്ങളനുസരിച്ചിട്ട് നമ്മൾ ഈ രാവിലെ കാണുന്ന വീഡിയോ ഒക്കെ മാറ്റി കൊടുത്തില്ലെങ്കിലും ഒന്ന് കഴിയുമ്പോഴത്തേനും ഓരോന്നായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ അത് എന്ന് പറഞ്ഞാൽ കമൻ്റൊക്കെ ഇടുക വൈകുന്നേരത്തൊക്കെ കേട്ടാ. നമ്മളെ തിരക്കും കാര്യങ്ങളൊക്കെ പോവാണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഒക്കെയാണ് നമ്മൾ കമൻ്റ് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വിധമുള്ളതൊക്കെ ഞാൻ രാവിലെ കാണും. പിന്നെ നമ്മൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കാണുന്ന ഒന്നും ചിലപ്പോൾ ആ നേരത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വൈകിയാലും എല്ലാവരുടെ വീഡിയോയും ഞാൻ കണ്ടുകൊണ്ട് ഇട്ട കൂട്ടുകാർ. അപ്പോൾ കല്യാണമൊക്കെ ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ പറഞ്ഞ് തീർക്കുകയാണ്. അപ്പോൾ നല്ലൊരു സൂപ്പർ മുരിങ്ങയില കറി കേട്ടാ. അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിൽ തന്നെ വേവിച്ച്
എന്നിട്ട് ഇല ഇട്ട് ആ ഇലയുടെ കളറ് നഷ്ടപ്പെടുക അപ്പോൾ വേറൊരു ടേസ്റ്റാണ് വരിക. ഒപ്പം തന്നെ നാളികേരം അരച്ചിട്ടാണ്ട് ചേർക്കും. നാളികേരത്തിൽ ജീരകം അങ്ങനെയുള്ള ഒന്നും ഞാൻ ചേർക്കില്ല കേട്ടോ. അങ്ങനെ ഉണക്കമുളകൊക്കെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് വറവിട്ട് നല്ല സൂപ്പർ കറി കേട്ടോ. ഈ ഒരു കറി മതി കേട്ടോ ചോറുണ്ണാൻ. പിന്നെ ഒരു ഉണക്കലുണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ. നമ്മളെ യൂനൂസിൻ്റെ കെട്ടിയോള് എന്നും കൊതിപ്പിക്ക് കിട്ടാം മാന്തൾ പൊരിച്ച് കാണിച്ചിട്ട്. അപ്പോൾ ഇനി കാണുമ്പോൾ കുറച്ച് മാന്തളൊക്കെ മേടിക്കണം ഉണക്കൽ. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ.